10 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിനായി ജനങ്ങൾ കാതോർത്ത് നിൽക്കുകയാണ്. കാരണം 10 കൊല്ലക്കാലമായി കേരള ജനതയെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാരിന്റെ പടിയിറക്കം കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനതയൊന്നാകെ എന്ന് നമുക്കറിയാം. അതിന്റെ പ്രതിഫലനങ്ങളാണ് കാസർഗോഡ് നിന്നും ശ്രീ സതീശിന്റെ നേതൃത്വത്തിൽ UDF-ന്റെ എല്ലാ നേതാക്കന്മാരും അണിനിരന്ന് നടത്തിയ ജാഥയിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുതന്നെയാണ് ഇന്ന് കേരള സംസ്ഥാനത്തൊട്ടാകെ നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നു. ഇന്ന് സുപ്രീം കോടതി ഒരു നിർണായകമായ ചോദ്യം ചോദിച്ചു കേരള സർക്കാരിനോട്. ശബരിമലയിൽ ഇനി ബാക്കി വല്ലതും വെച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. അതിനപ്പുറം ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ടോ? ഈ ചോദ്യം സുപ്രീം കോടതി ചോദിക്കുമ്പോൾ ഇതേ ചോദ്യം കേരളത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് അമിതഭാരം നൽകിയ ജനങ്ങൾ ഗവൺമെന്റിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഖജനാവിൽ ഇനി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ മിസ്റ്റർ പിണറായി? പിൻവാതിൽ നിയമനത്തിലൂടെ കേരളത്തിലെ തങ്ങളുടെ ബന്ധുക്കളെയും തങ്ങളുടെ പാർട്ടി സഹപ്രവർത്തകരെയും നിയമിച്ചതിന്റെ ഭാഗമായിട്ട് PSC റാങ്ക് ലിസ്റ്റിൽ പോലും 1-ാം റാങ്കിൽ പോലും കിടക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ജോലി തരാൻ ഇനി വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? നമുക്കറിയാം, സർക്കാർ ജീവനക്കാരൻ കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ആവശ്യപ്പെടുന്നു. ആ 10 കൊല്ലവും ഒന്നും കൊടുക്കാതെ, ആ 10 കൊല്ലക്കാലമായി നിങ്ങൾ ഒന്നും ചെയ്യാതെ അവസാനം ഭരണം മാറി വരുമ്പോൾ അടുത്ത സർക്കാരിന്റെ തലയിൽ ഇരുന്നോട്ടെ എന്ന് വെച്ച് നിങ്ങൾ ഇപ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേട്ടിട്ട് നാണം വല്ലതും ബാക്കിയുണ്ടോ പിണറായി എന്ന് ചോദിക്കുന്ന ചോദ്യവും നമുക്ക് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് കേരളം കാത്തിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം ഉറപ്പിക്കുമെന്നുള്ള സംശയം വേണ്ട. വിലക്കയറ്റം കൊണ്ട് പാവപ്പെട്ട വീട്ടമ്മമാർ പൊറുതിമുട്ടുകയാണ്. അടുക്കള മുഴുവൻ കാലിയാണ്. സർക്കാരിന് നാണമില്ലാതെ പബ്ലിസിറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി പബ്ലിസിറ്റിയാണ്. UDF-ന്റെ ഇരുണ്ട കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. UDF-ന്റെ ഇരുണ്ട കാലത്തെക്കുറിച്ച് 10 കൊല്ലം കഴിഞ്ഞ് പരസ്യം സർക്കാരിന്റെ ചെലവിൽ, അതും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് 10 കൊല്ലം മുമ്പുള്ള UDF ഭരണത്തെക്കുറിച്ച് പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളത് ചെയ്യുന്നത് മിസ്റ്റർ പിണറായി? പറയാൻ ഒന്നുമില്ലാത്തതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാത്തവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് നിങ്ങൾ തിരിച്ചറിയും എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് UDF-ന്റെ ഉജ്ജ്വലമായ മുന്നേറ്റമാണ്. ഇന്ന് രാവിലെ ടെക്നോ പാർക്കിൽ ഞാൻ അഭിമാനപൂർവ്വം നോക്കിക്കണ്ടു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ ടെക്നോക്രാറ്റുകളായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള, അതിൽ CEO-മാരുണ്ട്, കമ്പനി സെക്രട്ടറിമാരുണ്ട്, അവരോടൊക്കെ സംവാദം നടത്തുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിശ്ചയദാർഢ്യത്തോടെ വളരെ ശക്തമായിട്ട് മറുപടി പറഞ്ഞ ഇന്ത്യയുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടു. ഇവിടെ ചില സംഘികൾ കഴിഞ്ഞ കുറെ കാലമായി പ്രചരിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച്. ആ സംഘികളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതുപോലെ ഒന്നിരിക്കാൻ, ഇന്ന് രാവിലെ രാഹുൽ ഗാന്ധി ഇരുന്ന പോലെ ഇരിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒന്ന് ഇരുന്നാട്ടെ. 12 കൊല്ലമായിട്ടൊരു പത്രസമ്മേളനം നടത്തിയിട്ടില്ല. പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്ന നിങ്ങളോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇതുപോലുള്ള സംവാദത്തിന് ജനങ്ങളെ കേൾക്കാൻ, പാവപ്പെട്ടവന്റെ പരിദേവനം കേൾക്കാൻ കേൾവി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇരിക്കുന്ന നിര കേരളത്തിലെ UDF-ന്റെ ഏറ്റവും ശക്തമായ നിരയാണ്. കേരളത്തിലെ UDF ഒറ്റക്കെട്ടാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായ നിരയാണ് ഇരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്.
ഒരു നല്ല കേരളം കെട്ടിപ്പടുക്കാൻ 10 കൊല്ലം കൊണ്ട് തകർത്തെറിഞ്ഞ കേരളത്തെ പിടിച്ചുയർത്തി ചെറുപ്പക്കാരന്റെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നൽകാൻ പുതിയ ഭാവനയുമായി പുതിയ നയങ്ങളുമായി ഐക്യജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് ജനങ്ങൾ അംഗീകരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ നാന്ദിയാണ് ഇന്നലെയും ഇന്നുമൊക്കെ കേരളം കണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിജയത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒന്നിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇത്